ഹായ്. ബേസിക്കലി ഞാൻ SSC എക്സാം എഴുതിയ ഒരാളല്ല. പക്ഷെ സ്റ്റിൽ ഒരു ലാസ്റ്റ് ഒരു 1 month ഓഫ് എല്ലാ എക്സാമിന്റെയും എല്ലാവരും പോകുന്ന ഒരു സ്ട്രഗിള് കുറേയൊക്കെ സിമിലർ ആണ്. അപ്പം ഈ ഒരു ലാസ്റ്റ് ഒരു മാസം ഞങ്ങൾ നോർമലി എന്തൊക്കെ ഇഷ്യൂസ് വരാം അതെങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ സഫ്തർ ഇനീഷ്യലി പറഞ്ഞതുപോലെ പലരും പല മെന്റൽ സ്റ്റേറ്റിലായിരിക്കും, പല സ്റ്റേജസ് ഓഫ് പ്രിപ്പറേഷനിലായിരിക്കും നിങ്ങളെല്ലാവരും ഇരിക്കുന്നത്. അപ്പൊ പിന്നെ അതിനെ എങ്ങനെ മാനേജ് ചെയ്യും, ഈ ലാസ്റ്റ് മന്ത് ഏറ്റവും എഫക്റ്റീവായിട്ട് നമുക്ക് എക്സാമിന് എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളതിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസും ഇൻപുട്സും പറയാന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം, ഇല്ലാതിരിക്കാം. ആദ്യം തന്നെ എന്ന് പറയുന്നത് എല്ലാ എക്സാമിനെ സംബന്ധിച്ചും അവസാനത്തെ ഒരു മാസം ഏറ്റവും ഇമ്പോർട്ടൻറ്റും ക്രൂഷ്യലും ആയിട്ടുള്ളതാണ്. ഒന്നെന്ന് പറയുന്നത് ചിലപ്പോൾ ചിലരൊക്കെ ഒരു ലാസ്റ്റ് ഒരു 1 year ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം. അവർ ഈ ലാസ്റ്റ് ഒരു മാസം ചെറിയൊരു ഉഴപ്പ് വന്നു കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ്ലി നമ്മുടെ ഒരു 1 year അല്ലെങ്കിൽ 6 months എത്രയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് അതിൻ്റെ ഒരു വേസ്റ്റ് ആണത്. കാരണം അവസാനത്തെ ഒരു മാസമാണ് ഏറ്റവും ക്രൂഷ്യലായി നിൽക്കുന്നത്. ഈ ഉഴപ്പെന്ന് ഞാൻ പറഞ്ഞത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ചിലവര് മടി കാരണം ആയിരിക്കാം, മറ്റു ചിലവര് ഓക്കെ ഞാൻ അണ്ടർ പ്രിപ്പയർഡ് ആണ്, ഈ ഒരു 6-7 മാസം ഞാൻ പഠിച്ചത് പോരാ, എന്തായാലും ഞാൻ കയറൂല എന്നുള്ളൊരു ഡിസിഷൻ മുന്നേ തീരുമാനിച്ചെടുത്ത് ഈ ഒരു മാസം അത്ര എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യത്തില്ല. പിന്നെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാർ എന്ന് പറയുന്നത് ടെൻഷൻ കാരണം അല്ലെങ്കിൽ സ്ട്രെസ് കാരണം അവസാനത്തെ ഒരു മാസം നിങ്ങൾ മിസ്മാനേജ് ചെയ്യുക. ഇതുവരെ എത്ര എഫക്റ്റീവായും എഫിഷ്യൻ്റായും ചെയ്തിട്ടുണ്ടെങ്കിലും അവസാനത്തെ ഒരു മാസം അങ്ങനെ ഒരു മിസ്മാനേജ്മെന്റ് വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ പ്രിപ്പറേഷനെ ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് പറയുന്നത് അത്രയും പ്രിപ്പയർഡ് ആവണമെന്നില്ല. ചിലപ്പോൾ വളരെ ഷോർട്ട് ടൈം പ്രിപ്പയർ ചെയ്തവരായിരിക്കും. ഈ ഒരു മാസം കൊണ്ട് ഇനി എന്ത് നടക്കാനാന്ന് വിചാരിക്കുന്ന ഒരു സെറ്റ് ഓഫ് ആൾക്കാർ കാണാം. അപ്പം ഈ ഒരു മാസം ഇങ്ങനെ കുറെ മെന്റൽ സ്റ്റേറ്റിലുള്ള പല ആൾക്കാരായിരിക്കാം ഉണ്ടാവുന്നത്. പക്ഷെ ഈ ഒരു മാസം ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വിചാരിച്ചാല്, ഒന്ന് ഇത് നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ ഡിറ്റർമൈൻ ചെയ്യും. നമ്മൾ എക്സാം എഴുതാൻ പോകുമ്പോൾ നമ്മൾ ഏത് ആറ്റിറ്റ്യൂഡോടെയാ പോകുന്നതെന്നുള്ളത് എക്സാം ക്ലിയർ ചെയ്യുന്നതിനെ എഫക്റ്റ് ചെയ്യും. കാരണം ഒന്ന്, വളരെ ഷോർട്ട് ടൈമിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ട ടൈപ്പ് ഓഫ് എക്സാംസ് ആണ് എല്ലാ ഒബ്ജക്റ്റീവ് കോമ്പറ്റേറ്റീവ് എക്സാംസും. അപ്പൊ നമ്മൾ ഭയങ്കര പീസ് ഓഫ് മൈൻഡോടെ കുറച്ച് കോൺഫിഡൻസോടെ ഇരുന്നാൽ മാത്രമേ ആ ഫുൾ ടൈം ഓരോ സെക്കൻഡും വേസ്റ്റ് ചെയ്യാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ നമ്മുടെ മെന്റൽ സ്റ്റേറ്റിനെ ഇത് ബാധിക്കും. രണ്ട്, നമ്മുടെ കോൺഫിഡൻസിനെ ബാധിക്കും. ലാസ്റ്റത്തെ ഒരു മാസം നമ്മളിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ എക്സാം എഴുതാൻ പോകുമ്പോൾ നമുക്കൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ നമ്മൾ പ്രിപ്പയർഡ് അല്ല എന്നുള്ള ഫീലിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടാവത്തില്ല. അപ്പൊ ഈ ലാസ്റ്റത്തെ ഒരു മാസം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഏതൊരു എക്സാമിനെ സംബന്ധിച്ചിട്ടും, ഏത് ലെവൽ ഓഫ് പ്രിപ്പറേഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിട്ടും. അപ്പം അത് മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക എന്നുള്ളതാണ്. അപ്പം എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ലാസ്റ്റത്തെ ഒരു മാസം വരുമ്പോൾ എന്തൊക്കെ ചെയ്യാം, എന്തൊക്കെ ചെയ്തുകൂടാന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇത് ഏത് എക്സാമിനെ സംബന്ധിച്ചിട്ടും റെലവെന്റ് ആണ്. എന്തൊക്കെ ചെയ്തുകൂടാന്ന് ആദ്യം ഞാൻ പറയാം. ഒന്നെന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും കാലം ഒരു സ്ട്രാറ്റജിയോ അല്ലെങ്കിൽ ഒരു പ്ലാനിലോ പോയി കാണും, ഇങ്ങനെയൊക്കെയാണ് പഠിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇനി ഒരു ലാസ്റ്റത്തെ ഒരു മാസം ആരെങ്കിലും വന്ന് നമ്മളോട് എന്തെങ്കിലും ഒരു പുതിയ കാര്യം പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് അത് ട്രൈ ഔട്ട് ചെയ്യാൻ നിൽക്കേണ്ട. നമ്മുടെ സ്ട്രാറ്റജിയോ നമ്മുടെ മെത്തേഡിനെയോ മേലെ കുറച്ച് കോൺഫിഡൻസ് ഉണ്ടാവുക. നമ്മൾ എന്താണോ ഫോളോ ചെയ്തത് അതുപോലെ തന്നെ ചെയ്യുക. പുതിയതിന് വേണ്ടി പോയിട്ട് നമ്മൾ ഓൾറെഡി ഉള്ള കാര്യങ്ങൾ മെത്തേഡ്സ് റിവൈസ് ചെയ്യാതെയോ ഓൾറെഡി ഉള്ള കണ്ടന്റ് റിവൈസ് ചെയ്യാതെയോ പോയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒന്നും ഇല്ലാതാവും. അപ്പം അത് ചെയ്യാതിരിക്കുക പ്രൈമറിലി. രണ്ടാമത്തത്, ഒരു പ്ലാൻ ഇല്ലാതെ ചുമ്മാ അങ്ങ് പോകാതിരിക്കുക. ഇപ്പം ഒരു മാസമാണ് ഉള്ളതെങ്കിൽ നമ്മൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യും, അല്ലെങ്കിൽ എത്ര സമയം ഏത് സബ്ജക്റ്റിന് സ്പെൻഡ് ചെയ്യുന്നൊക്കെ ഏകദേശം ഒരു ധാരണ വെച്ച് പോവുക. പിന്നെ മൂന്നാമത്തത്, ഭയങ്കരമായിട്ട് എക്സോസ്റ്റഡ് ആവാതിരിക്കുക. ഇപ്പം എല്ലാ ദിവസവും അറ്റ്ലീസ്റ്റ് ഒരു കുറച്ച് സമയം നിങ്ങളെ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടും ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ മാറ്റി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ എക്സാം ആകുമ്പോഴത്തേക്ക് ഭയങ്കര എക്സോസ്റ്റഡ് ആവും, അന്നേ ദിവസം ഇത് എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള ഒരു ഫീലിംഗ് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അത് നിങ്ങളുടെ പെർഫോമൻസിനെയൊക്കെ ബാധിക്കും. ഇതൊക്കെയാണ് ചെയ്തുകൂടാന്ന് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ. ഇതിൽ ചെയ്യണം എന്ന് തോന്നിയിട്ടുള്ള പ്രധാന കാര്യം എന്ന് പറയുന്നത്, ഇതുവരെ എന്തൊക്കെ നിങ്ങൾ പഠിച്ചോ അതൊക്കെ നല്ല വൃത്തിയിൽ റിവൈസ് ചെയ്യുക, കണ്ടിന്യൂസ്ലി പ്രാക്ടീസ് ചെയ്യുക. ഇപ്പം ഒരു ഒബ്ജക്റ്റീവ് ടൈം ബൗണ്ട് ആയിട്ടുള്ള എക്സാം ആണ്, അതുകൊണ്ട് തന്നെ പ്രാക്ടീസ് അത് എക്സാം ഓറിയന്റഡ് പ്രാക്ടീസ് ആയിരിക്കണം. ഇപ്പം എക്സാം 1 hour ആണ്, ഇത്ര ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതുപോലെ എല്ലാ ദിവസവും ഒരു പ്രാക്ടീസ് മോക്കോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. സോ ദാറ്റ് എക്സാമിൻ്റെ അന്ന് നമ്മളവിടെ പോകുമ്പോൾ നമുക്കിതൊരു പുതിയ സാധനമായിട്ടോ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നമ്മൾ പാനിക് ആവാതെയൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട് അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും.
പിന്നത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് നല്ലൊരു മൂഡും കോൺഫിഡൻസും മെയിൻറ്റെയിൻ ചെയ്യുക. ഈ ഒരു മാസത്തേക്ക് നമ്മൾ ഇനി എത്ര പഠിച്ചോ എത്ര പഠിച്ചില്ലേ ഇതൊന്നും ഇനി ആലോചിക്കേണ്ട. ഈ ഒരു മാസം ഓക്കെ നമ്മൾ കയറും എന്നുള്ള കോൺഫിഡൻസോടെ തന്നെ ഇരിക്കുക. പിന്നെ ഫൈനലി പറയാനുള്ളത് എന്ന് പറയുന്നത്, ഇത് ഓർത്ത് വെക്കുക, നിങ്ങൾ എന്തിനാണ് ഈ പരീക്ഷ എഴുതാൻ വന്നത് എന്ന്. നമുക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിക്ക് വേണ്ടിയിട്ടാണോ, എന്തായാലും നിങ്ങളുടെ റീസൺ എന്താണ് ഈ പരീക്ഷ എഴുതാനുള്ളത് എന്നുള്ളത് ഡെയിലി ഒന്ന് ആലോചിച്ച് നോക്കുക. സോ ദാറ്റ് നമ്മൾ ഈ ഒരു 1 മന്ത് നമ്മൾ മോസ്റ്റ് എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം നിങ്ങൾ ഇത്രയും കാലം എഫേർട്ട് ഇട്ട്, ടൈം ആവണമെന്നില്ല, ചിലവർ ആലോചിച്ച് എഫേർട്ട് ഇട്ടതായിരിക്കാം, ചിലവർ സമയം എടുത്തിരുന്ന് പഠിച്ചതായിരിക്കാം. അപ്പം നിങ്ങൾ ഇത്രയും കാലം എഫേർട്ട് ഇട്ട ഒരു എക്സാമിന് ഇനിയൊരു ഇത്ര സമയമാണ് ബാക്കിയുള്ളത്. അപ്പം അതിനു വേണ്ടി പാനിക് ആവാതെ, പക്ഷെ എന്നാലും നമ്മൾ വായിച്ച കണ്ടന്റുകൾ റിവൈസും ചെയ്ത് പഠിച്ച് ഈ ഒരു 1 മന്ത് മാക്സിമം സന്തോഷത്തോടെയും പീസ്ഫുൾ ആയിട്ടും എന്നാൽ അറ്റ് ദ സെയിം ടൈം എല്ലാ സമയവും നന്നായി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോകാൻ നോക്കുക. പ്രൈമറിലി ഞാനിതിൽ പറഞ്ഞത് ഒരു പ്ലാൻ ഉണ്ടാവുക. അത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് അഫിലിയേറ്റഡ് ആണെങ്കിൽ അവർക്കൊരു പ്ലാൻ ഉണ്ട്, അത് നല്ലതാണെന്ന് തോന്നുവാണെങ്കിൽ അതായിട്ട് അലൈൻഡ് ആയിട്ട് പോവുക. പിന്നെ ഇതിനിടയിൽ തന്നെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്നൊരു പാനിക് ആവുന്നയോ അങ്ങനെയെങ്കിലും എന്തെങ്കിലും ഒരു അവസ്ഥ വരികയാണെങ്കിൽ മെന്റേഴ്സോ, നിങ്ങളിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് മെന്റേഴ്സോ അല്ലെ ഫ്രണ്ട്സ്, ഇവരോടൊക്കെ മര്യാദക്ക് നല്ലോണം ഇന്ററാക്ട് ചെയ്യുക. ടെൻഷൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് അത് ശരിയാക്കി ഈ ഒരു ലാസ്റ്റ് മന്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിക്കുക. പിന്നെ ഞാൻ എൻ്റെ ഇപ്പം ഓഫീസിലായാലും ഒക്കെ SSC ക്ലിയർ ചെയ്ത ഒരുപാട് കൂടെ സ്റ്റാഫ് കൊലീഗ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ദിസ് എക്സാം ഇസ് വർത്ത് ഇറ്റ്. അപ്പം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് അതിനിട്ട് ഈ ഒരു മാസം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഒരുപാട് പാനിക് ആവേണ്ട ആവശ്യമില്ല, കാരണം സമാധാനമായിട്ട് എഴുതിയാലും മാത്രമേ നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്യാൻ പോകുന്നുള്ളൂ. അതല്ലാതെ ഭയങ്കര പാനിക് ആയി കഴിഞ്ഞാൽ സ്പെസിഫിക്കലി ഒബ്ജക്റ്റീവ് കൈൻഡ് ഓഫ് എക്സാംസിന് നമ്മൾ കുറച്ച് അവിടെ ഇവിടെയൊക്കെ സില്ലി ആയിട്ടുള്ള മിസ്റ്റേക്സ് ഉണ്ടാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അപ്പം ആ പ്രോസസ്സ് എൻജോയ് ചെയ്യുക. അറ്റ് ദ സെയിം ടൈം കണ്ടന്റും കാര്യങ്ങളും ഒക്കെ നന്നായിട്ട് തന്നെ റിപ്പീറ്റഡ് റിവിഷൻസിലൂടെയും പ്രാക്ടീസിലൂടെയും നിങ്ങളുടെ വിരൽത്തുമ്പത്ത് കാര്യങ്ങൾ ഉണ്ടാവണം എന്നുള്ള രീതിയിൽ ആക്കി വെക്കുക. മാക്സിമം എഫക്റ്റീവായിട്ട് ഈ ടൈം പ്ലാൻ ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ എൻ്റെ ഒരു ജേർണി പറയുവാണെങ്കിൽ, ഞാൻ ആക്ച്വലി 6 അറ്റംപ്റ്റും UPSC എടുത്ത ഒരാളാണ്. സെക്കൻഡ് അറ്റംപ്റ്റിൽ സർവീസ് എക്സാം ക്ലിയർ ചെയ്തു, അങ്ങനെ പോസ്റ്റൽ സർവീസ് ജോയിൻ ചെയ്തു. പിന്നെ തേർഡ് അറ്റംപ്റ്റിൽ IRS ജോയിൻ ചെയ്തു. പിന്നെ അങ്ങനെ പിന്നെ 4th 5th അറ്റംപ്റ്റിൽ എനിക്ക് അപ്ഗ്രഡേഷനോ ഇതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ 6th അറ്റംപ്റ്റിലാണ് പിന്നെ ഫൈനലി ഇപ്പം 40th റാങ്കും കിട്ടിയത്. ഇതിപ്പോൾ സഫ്തർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഏറ്റവും ചില്ലായിട്ട് അല്ലെങ്കിൽ ഏറ്റവും സമാധാനത്തോടെ എഴുതുന്ന പരീക്ഷയിലാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് വന്നിട്ടുള്ളത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്ട്രെസ് എടുക്കാതിരിക്കുമ്പോൾ നമ്മളതൊക്കെ എന്തായാലും കുറച്ചുകൂടെ എഫിഷ്യൻ്റ് ആയിട്ട് നമ്മുടെ മൈൻഡിനെ ഫോക്കസ് ചെയ്യുമല്ലോ, അതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഈ ലാസ്റ്റത്തെ അറ്റംപ്റ്റിൽ എന്ന് പറയുന്നത് ഞാൻ സർവീസിൽ ഇരുന്നുകൊണ്ട് എഴുതിയതാണ്, പ്രധാനമായിട്ടും ടെൻഷൻ ഇല്ല എന്നുള്ളതിൻ്റെ കാര്യം. പക്ഷേ അങ്ങനെ മാത്രമല്ല, ഇപ്പൊ നമ്മുടെ കൂടെയുള്ള പല ആൾക്കാരും ഫസ്റ്റോ സെക്കൻഡോ അറ്റംപ്റ്റിൽ നല്ല സമാധാനത്തോടെ പോയി ചില്ലായിട്ട് പോയി എഴുതുന്ന ആൾക്കാർ വളരെ ഈസിയായി എല്ലാ സ്റ്റേജസും ക്ലിയർ ചെയ്ത് നല്ല റാങ്ക് വാങ്ങിക്കുന്നുണ്ട്. അപ്പം ടെൻഷൻ ഒന്നും ഇല്ല എന്നുള്ള കാര്യമല്ല, പക്ഷെ നമ്മുടെ ടെൻഷനെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം, നമ്മുടെ സമയത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റണം. അങ്ങനെ ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് റിസൾട്ട് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും. ലാസ്റ്റ് ഒരു മാസം പ്ലാൻ ചെയ്യുക, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് പ്ലാൻ ചെയ്യുക. ഇപ്പൊ ആരോ പറയുന്ന കേട്ടു ഏതോ കണ്ടന്റ് തീർന്നിട്ടില്ല എന്ന്. അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഓക്കെ എനിക്ക് ഇത്ര സമയമുണ്ട്. അപ്പം നിങ്ങൾ പ്ലാൻ ചെയ്യുക, ഒരു കണ്ടന്റ് നിങ്ങൾ നോക്കിയിട്ടില്ല അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ നോക്കാനുണ്ടെന്നൊക്കെ തോന്നുവാണെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുക, അതിലോട്ട് ഇനി ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഗുണകരമായിരിക്കുമോ അല്ലയോ എന്നുള്ളത്. ആണെന്ന് തോന്നുവാണെങ്കിൽ ഇപ്പം ഇത്ര പോർഷൻ ആണ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് എങ്കിൽ ഇത്ര ടൈം പ്ലാൻ ചെയ്യുക. ഡെയിലി ഞാൻ ഒരു 2 hours ആ പുതിയ സാധനം നോക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും, അല്ലെങ്കിൽ ബാക്കി സമയം ഞാൻ റിവൈസ് ചെയ്യാൻ വേണ്ടി സ്പെൻഡ് ചെയ്യും. അത് നിങ്ങൾക്കറിയാം നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാം എന്താണെന്നും അതിൽ ഏത് പോർഷനിൽ എത്ര മാർക്ക് വരുന്നുള്ളതും. അപ്പൊ കുറച്ചുകൂടെ സ്മാർട്ടായിട്ട് പ്ലാൻ ചെയ്യുക. ലാസ്റ്റത്തെ ഒരു മാസം കുറേ കാര്യങ്ങൾ പുതിയത് ചെയ്യാതിരിക്കാൻ നോക്കുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്.